ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ടേസ്റ്റി ആൻഡ് സ്പൈസി ആയിട്ടുള്ള പെപ്പർ ചിക്കനാണ്. ഇതിന് വേണ്ടത് 1 കിലോ ചിക്കൻ, 3 ഒനിയൻ, 10 പീസ് ഗാർലിക്, ഒരു വലിയ ഇഞ്ചി, അത് ചെറിയ കഷ്ണങ്ങളായി ക്രഷ് ചെയ്യുക. നിങ്ങളിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടെങ്കിൽ ഒരു 3 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉപയോഗിച്ചാലും മതിയാകും. അത് ക്രഷ് ചെയ്ത ശേഷം മാറ്റി വയ്ക്കുക. പിന്നെ വേണ്ടത് നമുക്ക് ഒരു 5 പച്ചമുളക്, നല്ല എരിവുള്ളതാണെങ്കിൽ 3 മതിയാകും. ഒരു വലിയ ടൊമാറ്റോ ചെറിയ പീസസായി കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുക. അതിനുശേഷം നമുക്കൊരു ഫ്രൈങ് പാൻ ചൂടാക്കി, അടി നല്ല കട്ടിയുള്ള ഫ്രൈങ് പാൻ ആയിരിക്കണം. അതിലോട്ട് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഒഴിക്കുക. പിന്നെ നമ്മൾ ക്രഷ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുക. ചെറുതായിട്ട് സോട്ട് ചെയ്ത ശേഷം അതിലോട്ട് പച്ചമുളകും കറിവേപ്പിലയും ആഡ് ചെയ്യുക. അതും ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക. അതിൻ്റെ ആ വെള്ളം മാറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന സവാള 3 വലിയ സവാള കട്ട് ചെയ്ത് വെച്ചത് അതിലോട്ട് ആഡ് ചെയ്യുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമുക്ക് കുറച്ച് ഉപ്പ് അതിലേക്ക് ആഡ് ചെയ്യാം, പെട്ടെന്ന് വഴണ്ടി വരാൻ വേണ്ടിയിട്ട്. അതിനെ ഒരു മീഡിയം തീയിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഒരു 3 മിനിറ്റ് അത് കവർ ചെയ്ത് വെക്കാം. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക. വീണ്ടും കവർ ചെയ്ത് ഒരു 2 to 3 മിനിറ്റ്സ് കഴിഞ്ഞ് 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കാശ്മീരി മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, പെപ്പർ പൗഡർ, 1 സ്പൂൺ മുളക് പൊടി, നമുക്ക് അതിലേക്കുള്ള സ്പൈസസ് ആഡ് ചെയ്യണം. തൊട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കവർ ചെയ്ത് വെക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത ശേഷം കവർ ചെയ്യുക. ഏറ്റവും അവസാനം നന്നായിട്ട് ജ്യൂസി മോഡലായിട്ടുണ്ടാകും. അതിനുശേഷം കുറച്ചും കൂടി പെപ്പർ പൗഡർ ആഡ് ചെയ്യുക. ലാസ്റ്റ് പെപ്പർ പൗഡർ നിങ്ങളുടെ എരിവിന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത ശേഷം വീണ്ടും ഒരു 3 മിനിറ്റ്സും കൂടി വേവിച്ച ശേഷം അടച്ചു വെച്ച് 1/2 മണിക്കൂർ കഴിയുമ്പോൾ നന്നായിട്ട് ഇളക്കി. ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബ്.